ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു തനി നാടൻ ഉണക്ക സ്രാഗ് കറി കണ്ടാലോ. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെറു ചൂടുവെള്ളത്തിൽ നമ്മുടെ പുളി ഇട്ട് വെക്കുക. ഇതൊക്കെ നമ്മുടെ നാടൻ കറികളാണ് കേട്ടോ. പണ്ട് നമ്മുടെ വല്യമ്മച്ചിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു തനതായ ടേസ്റ്റിലുള്ളൊരു കറിയാണ്. അതിനുവേണ്ടി കുറച്ച് തേങ്ങ കൊത്ത് അരിഞ്ഞ് വെക്കുക. കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ഉണക്ക സ്രാഗ്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, ആവശ്യമായ ഉള്ളി, കറിവേപ്പില, ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും രുചികരം. വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിക്കുക. അതിലേക്ക് ആവശ്യമായ കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇവ മൂന്നും കൂടി ഇട്ട് ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചെറുതായിട്ടൊന്ന് നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നല്ല മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കി വെച്ച ദിവസങ്ങൾ കഴിഞ്ഞാൽ ദിവസം കൂടുതൽ ടേസ്റ്റ് കൂടി വരുന്നൊരു മീനാണ്. ചെറുപ്പത്തിലൊക്കെ കഴിച്ച ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മുടെ വീട്ടിൽ പപ്പാമാർക്കും അമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ്. അതിവിടെ നമ്മുടെ ലുലുവിലും അതുപോലെ ഗ്രാൻഡിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പീസ് ഇരുന്നാണ്, മീൻ ഇരുന്നാണ്. അപ്പോൾ അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ പ്രഷ്യസ് ആയിട്ടുള്ള തനി നാടൻ കറികളാട്ടോ. നമുക്ക് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കല്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 to 4 hours വെള്ളത്തിൽ ഇട്ടിരുന്ന മീനാണ്. അത്യാവശ്യം നല്ല ഉപ്പുള്ള മീനായിരുന്നു. ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള മീൻ അത്രയും ഉപ്പില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചിരുന്ന മീനാണിത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണിത്, ഫ്രഷും ആയിരുന്നു. അപ്പം അതിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും മാക്സിമം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കുറച്ച് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊരു തിള വരുമ്പോഴേക്കും അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമ്മുടെ ചാറൊന്ന് കുറുകി വറ്റി വരാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ചാറ് കുറുകി വന്നിട്ട് നാളെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും കേട്ടോ. നാളെ ഞങ്ങൾക്ക് ചോറിന് വേണ്ടി ഉണ്ടാക്കിയൊരു കറിയാണ്. നോൺ വെജ് ഒന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ മീനിൻ്റെ കാര്യം ഫ്രിഡ്ജിൽ തപ്പിയപ്പം കണ്ടത്. അങ്ങനെ ഇതും ചോറും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു അടിപൊളി മീൽ തന്നെ നമുക്കാകാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.